ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വെൽ മാത്തമാറ്റിക്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്സ് ടീച്ചർ അൻസഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. 2023 മോഡൽ എക്സാമും മെയിൻ എക്സാമും നമ്മൾ ചെയ്തു. നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നടന്നത് 2024, അതായത് ലാസ്റ്റ് ഇയറിൽ നടന്ന മാർച്ചിലെ എക്സാം, മെയിൻ എക്സാമിന്റെ, അതായത് ലാസ്റ്റ് ഇയറിൽ നടന്ന മെയിൻ SLC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പാറ്റേൺ എല്ലാം സിമിലർ ആണ്. നമുക്കറിയാം എന്താണ്, മൊത്തം 29 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് കുറെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ സെഷനുകളിലും നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 80 മാർക്സ് ആണ്. 2.5 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനുള്ളത്. ഫസ്റ്റ് 15 മിനിറ്റ്സ് നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടും. ദെൻ എക്സാം എഴുതാൻ 2.5 മണിക്കൂർ കിട്ടും. അപ്പൊ കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കണം. ഒരിക്കലും കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി നമ്മൾ ഇതില് എന്ത് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കണം. പരമാവധി നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കിട്ടണില്ല എന്ന് ഓർത്ത് വെക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനൊക്കെയാണ് പാടുള്ളൂ. പരമാവധി ആൻസേഴ്സ് കണ്ടുപിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ 15 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എക്സാം സ്റ്റാർട്ട് ചെയ്യണം. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, √2, √3 പൈ ആ ഒരു വാല്യൂസ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ √2, √3 അല്ലെങ്കിൽ പൈ അങ്ങനെ തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, അപ്പൊ എന്താണ് ആ ഒരു രീതിയിൽ തന്നെ ആൻസർ, ഫൈനൽ ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ഡ്രോയിങ്സ് എല്ലാം യൂസിങ് പെൻസിൽ ആയിരിക്കണം വരേണ്ടത്. ദെൻ എക്സാക്ട് മെഷർമെന്റ്സ് എടുക്കണം. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഗ്രാഫ് പേപ്പർ മിക്കവാറും അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോർഡിനേറ്റ് ആക്സിസ് വരച്ച് മാർക്ക് ചെയ്യാനുള്ളതിലൊക്കെ മിക്കവാറും ഗ്രാഫ് പേപ്പർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് സെറ്റ് 2 മാർക്കിന്റെ സെറ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. ഫസ്റ്റ് സെറ്റിൽ നമുക്കറിയാം 4 ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൽ എന്ത് ചെയ്യാം, 3 ആൻസർ ചെയ്താൽ മതി അല്ലേ. ഓക്കെ, first question, see the figure. If a circle is drawn with AB as diameter, what are the positions of the point P and Q with respect to the circle? Okay, simple question ആണ്. എന്താണ് ഇവിടെ എന്തുണ്ട്, ഒരു AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ഡയമീറ്റർ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അങ്ങനെ സർക്കിൾ വരച്ചാൽ ഈ P എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും എവിടെ വരും, സർക്കിളിന്റെ അകത്ത് വരോ പുറത്ത് വരോ സർക്കിളിൽ വരോ, ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്, ക്വസ്റ്റ്യൻ നമ്പർ 1 ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഓക്കെ, നമുക്കറിയാം സർക്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. എന്താ, 90 ഡിഗ്രി ആണെങ്കിൽ, ഡയമീറ്ററിൽ നടക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് സർക്കിളിമേ ആയിരിക്കും. 90 ഡിഗ്രി കൂടുതലാണെങ്കിൽ അത് സർക്കിളിന്റെ അകത്തായിരിക്കും. 90 ഡിഗ്രിക്ക് കുറവാണെങ്കിൽ അത് സർക്കിളിന്റെ പുറത്തായിരിക്കും അല്ലെ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് P ആണ്. P ഈക്വൽ ടു എത്രയാണ്, 110 ഡിഗ്രി ആണ്. എന്താണ്, 90നേക്കാൾ കൂടുതലാണ്. സ്വാഭാവികമായിട്ട് അത് എവിടെ ആയിരിക്കും, ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, ഇൻസൈഡ് ദി സർക്കിൾ. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്, Q എത്രയാണ്, Q നമുക്കറിയാം എത്രയാണ്, 80 എന്നാണ് നിൽക്കുന്നത് അല്ലെ. 80 എന്ന് പറഞ്ഞാൽ 90നേക്കാൾ കുറവാണ്. 90 കുറവെന്ന് പറഞ്ഞാൽ അത് എവിടെ വരണം, സർക്കിളിന്റെ പുറത്ത് വരണം, ഔട്ട്സൈഡ് ദി സർക്കിൾ. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 2 മാർക്കായിരിക്കും കിട്ടുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹീമോഗ്ലോബിൻ ലെവൽസ് ഇൻ ഗ്രാംസ് പെർ ഡെസിലിറ്റേഴ്സ് ഓഫ് 7 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ മീഡിയൻ ഹീമോഗ്ലോബിൻ ലെവൽ. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗിൽ വായിക്കുമ്പോൾ കുറെ വാക്കുകളുണ്ടല്ലോ, ഹീമോഗ്ലോബിൻ, ഡെസിലിറ്റർ, ഗ്രാംസ് പെർ ഡെസിലിറ്റർ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നും. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. എന്താണ്, മീഡിയം കാൽക്കുലേറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ സംഭവം അല്ലെ. കുറച്ച് നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട്, ആ നമ്പേഴ്സിന് മീഡിയം കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. അതിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ ആ ഹീമോഗ്ലോബിൻ ലെവൽ ഒന്നും ചെയ്യണമെന്നില്ല, മൈൻഡ് ചെയ്യണമെന്നില്ല. നമുക്ക് ജസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ് എന്ത് ചെയ്യാം, നേരെ അതിന്റെ മീഡിയം കണ്ടാൽ മതി. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, മീഡിയം കണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിന് ഓർഡർ ആക്കി എഴുതണം, അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം അല്ലെ. ചെറിയ വാല്യൂസ് നിന്ന് വലിയ വാല്യൂസിലേക്ക് എഴുതുക. then അതിന്റെ സെന്റർ പോർഷൻ എവിടെയാ വരുന്നത് നോക്കുക, അത് ആ ഒരു പൊസിഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ആ പൊസിഷനിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓർഡർ എഴുതാം. അപ്പൊ 12.0, then 12.5, 12.6, 12.9. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം. 12.0, 12.5, 12.6, 12.9. then പിന്നെ വരുന്നത് 13.47, then 14.1, 13.4, 13.7, 14.1. ഓക്കെ, ഇപ്പൊ ഇത്രയും വാല്യൂസ് ആണുള്ളത്. മൊത്തം 7 വാല്യൂസ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മീഡിയന്റെ പൊസിഷൻ വരുന്നത് എവിടെയായിരിക്കും, 7 + 1/2 ദാറ്റ് ഈക്വൽസ് 8/2, 4. അപ്പൊ 4th പൊസിഷനിലാണ് ആര് വരാം, മീഡിയൻ വരാം. അപ്പൊ നോക്കിയേ 1, 2, 3, 4. അപ്പൊ മീഡിയൻ എവിടെ വരും, മീഡിയൻ ഈക്വൽസ് എവിടെ വരും,
12.9. കാരണം എന്താണ്, മീഡിയന്റെ പൊസിഷൻ ഏതാണ്? മീഡിയന്റെ പൊസിഷൻ 4 ആണല്ലേ. മൊത്തം ഓഡ് നമ്പർ ആണ്, 7 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 1 ആഡ് ചെയ്തിട്ട് അതിന് പകുതിയാക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 4th പൊസിഷനിൽ വരുന്ന ആളാണ് ആര്? മീഡിയൻ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 3. The sequence of perimeters of squares of side 1, 2, 3 and so on form an arithmetic sequence. Write the sequence. What is the common difference? Okay, രണ്ട് കാര്യമുള്ളൂ. ഒരു സീക്വൻസ് എഴുതണം, അതിന്റെ കോമൺ ഡിഫറൻസ് കാണണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചാടിക്കൊരു സീക്വൻസ് എന്ത് എഴുതരുത്? 1, 2, 3, 4 എന്ന് എഴുതി പോകരുത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഓരോ സ്ക്വയറിന്റെയും പെരിമീറ്റർ, അതായത് സൈഡ്സ് ആണ് നിങ്ങൾക്ക് അവിടെ 1, 2, 3 എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ആരാണ്? സൈഡ്സ് ആണ്. നിങ്ങളോട് ചോദിച്ചെന്താണ്? പെരിമീറ്ററിന്റെ വച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സീക്വൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിക്കണം, മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാണ്? പെരിമീറ്റർ ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ് എന്നുള്ളതാണ് എന്ത്? പെരിമീറ്ററിനുള്ള ഇക്വേഷൻ. ഇപ്പൊ സൈഡ്, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് എഴുതാന്നുള്ളതാണ്. അപ്പൊ സൈഡ് 1 ആയി കഴിഞ്ഞാൽ പെരിമീറ്റർ എന്ത് വരും? 4 ഇൻറ്റു 1 4 എന്ന് വരും. സൈഡ് 2 ആയി കഴിഞ്ഞാൽ 4 ഇൻറ്റു 2 8 ആണ് പെരിമീറ്റർ വരിക. ദെൻ സൈഡ് 3 ആയി കഴിഞ്ഞാൽ പെരിമീറ്റർ എന്ത് വരും? 4 ഇൻറ്റു 3 12 എന്ന് വരും. ദെൻ അത് കഴിഞ്ഞാൽ 1, 2, 3 കഴിഞ്ഞാൽ 4 ആയിരിക്കും സൈഡ് വരിക. സൈഡ് 4 ആയി കഴിഞ്ഞാൽ പെരിമീറ്റർ എന്ത് വരും? 4 ഇൻറ്റു 4 16 ആൻഡ് സോ ഓൺ. ഇങ്ങനെ ആയിരിക്കും പോവാ. അപ്പൊ ഇതാണ് എന്ത്? നമ്മളുടെ റിക്വയർഡ് സീക്വൻസ് എന്ന് പറയുന്നത്. ദെൻ ബി എന്താണ് അതിന്റെ കോമൺ ഡിഫറൻസ്? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഇത് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4, 8, 12, 16 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അല്ലെങ്കിൽ 4 ആണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്ത് പോകുന്നത്. വിച്ച് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് ഈക്വൽസ് ഡയറക്റ്റ് എന്ത് ചെയ്യാം? 4 എന്ന് എഴുതാം. 2 മാർക്ക് കിട്ടിയില്ലേ? എളുപ്പല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻ കിട്ടി. നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്താണ്, നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാവുന്നതുള്ളൂ. ഞാനിവിടെ ചെയ്തു പോകുന്നത് മാത്രം. ഓക്കെ, question number 4. A rectangular portion is shaded in a square of side 5 cm as shown in the figure. Okay, അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൽ ഒരു റെക്ടാംഗിൾ പോർഷൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? A dot is put inside the square without looking. Find the probability of the dot to be in the shaded region. ഓക്കെ, അപ്പൊ ചോദ്യം എന്താണ്? നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, ഒരു സ്ക്വയർ, ഈ ഒരു വലിയ സ്ക്വയർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു റെക്ടാംഗിൾ പോർഷൻ പോലെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഡോട്ടഡ് ആണ്. ഓക്കെ, ഞാനൊരു ഡോട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് കണ്ണെടുത്തിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടു. അപ്പൊ ഡോട്ട് എന്ത് ചെയ്യണം? ആ ഷെയ്ഡ് പോർഷന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ ഷെയ്ഡ് പോർഷന്റെ പുറത്താണോ വരുന്നത് നോക്കുക. അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രോബബിലിറ്റി, ആ ഷെയ്ഡ് പോർഷന്റെ അകത്ത് വരാനുള്ള പ്രോബബിലിറ്റി ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ടു ബി ഇൻ ഷെയ്ഡഡ് റീജിയൻ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്കറിയാം എന്താണ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഏരിയ എന്ന് പറയുന്ന അതിന്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. എന്താണ്? ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ടോട്ടൽ ഫിഗർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്രയാണ്? നിങ്ങൾക്ക് നോക്കിയറിയാം. നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ലെങ്ത് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പൊ 5 ആയിരിക്കും ലെങ്ത് വരിക, 2 ആണ് ബ്രെഡ്ത്ത് വരിക. അപ്പൊ 5 ഇൻറ്റു 2 എന്നായിരിക്കും അവിടെ ഏരിയ വരിക അല്ലെ? ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ പറയുന്നത് ഏരിയ ഓഫ് റെക്ടാംഗിൾ ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ടോട്ടൽ ഫിഗർ. ആ ടോട്ടൽ ഫിഗർ എന്താണ്? ഒരു സ്ക്വയർ ആണ് അല്ലെ? സ്ക്വയറിന്റെ ഏരിയ ആണ് എങ്ങനെയാണ്? സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് 5 ആണ്. ദെൻ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5. ദെൻ 5 രണ്ടും ക്യാൻസൽ ആയി. ബാലൻസ് എന്ത് വരും? 2 ഡിവൈഡ് ബൈ 5. ഇതാണ് എന്ത് വരിക? പ്രോബബിലിറ്റി. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 5. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്ക് ഇനി എന്താണ്? 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അഗൈൻ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി. 5 to 10 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും 4 ചെയ്താൽ മതി. 2 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദി പോയിന്റ്സ് എ ബി സി. സിമ്പിൾ. എന്താണ്? കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുക, ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. വാട്ട് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ബി ടു എ സി. ദെൻ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ സി എന്ന് പറഞ്ഞ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ചെയ്യണം കോർഡിനേറ്റ് ആക്സിസ് എക്സ് ആക്സിസ് വരണം, വൈ ആക്സിസ് വരണം. ദെൻ എന്ത് ചെയ്യണം? ഈ 3 പോയിന്റ്സ് 0, 0, 2, 3, 4, 0.
അപ്പൊ എ എന്ന് പറയുന്നത് ഏതാണ്? 0 0, ബി 2 3, സി 4 0. ഓക്കെ, ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ആക്സ് വരയ്ക്കാം. ഞാനിവിടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് വരയ്ക്കുന്നുള്ളൂ. നമുക്ക് ഫുള്ള് പോസിറ്റീവ്സ് ആണ് വന്നിട്ടുള്ളൂ. ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. 1 2 3 4 5 6. Then 1 2 3 4 5 6. ഇത് 0 0 നിങ്ങളുടെ ഒറിജിൻ ആണ് വരിക. അപ്പൊ നമുക്കറിയാം, നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഒറിജിൻ. നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റ്യനിൽ ഉണ്ട് ഒറിജിൻ ഏതാണ്. അപ്പൊ ഒറിജിൻ ഏതാണ്? എ ആണ് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ എ മാർക്ക് ചെയ്യാം. ഇതിനൂടെ വരുമ്പോൾ 1 2 3 4 5 6. സോ ഇതാണ് നിങ്ങളുടെ എക്സ് ആക്സിസ്, ഇതാണ് നിങ്ങളുടെ വൈ ആക്സിസ്. ദെൻ അഗൈൻ മുകളിലേക്ക് 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇനി ബിയും സി ആണുള്ളൂ. അതിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് അടുത്ത ഏതാണ്? സി ആണ് അല്ലേ. കാരണം സി എന്താണ്? 4 0 ആണ്. അതായത് വൈ കോർഡിനേറ്റ് 0 ആണ്. വൈ കോർഡിനേറ്റ് 0 എന്ന് പറയുന്നത് എവിടെ വരണം? വൈ കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരാത്? എക്സ് ആക്സിസിലെ പോയിന്റ് ആണല്ലേ. സോ എന്താണ്? ഇതാണ് നിങ്ങളുടെ എ എന്ന് പറയുന്ന പോയിന്റ്. ദെൻ ഇവിടെയാണ് എന്ത് വരിക? സി വരിക. സി എത്രയാണ്? 4 0 ആണ്. ദെൻ നമുക്ക് ബി വരയ്ക്കണ്ടേ? ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? 2 3 ആണല്ലേ. ബി എന്ന് പറഞ്ഞാൽ 2 3, അതായത് എക്സ് കോർഡിനേറ്റ് 2 വരണം, വൈ കോർഡിനേറ്റിൽ 3 വരണം. ഓക്കെ, അപ്പൊ എക്സ് കോർഡിനേറ്റിൽ ഞാൻ 2 വന്നു. ദെൻ വൈ കോർഡിനേറ്റിൽ 3 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? 2 3. ഇതാണ് നമ്മളുടെ ബി. ഓക്കെ, അപ്പൊ ആ ഒരു മാർക്കിംഗ് കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പൊ നോക്കി, എ സി എന്ന് പറയുന്ന ലൈൻ എന്താണ്? എക്സ് ആക്സിസ് തന്നെയാണ് അല്ലെ. എക്സ് ആക്സിസ് തന്നെയാണ്. അപ്പൊ ഈ എക്സ് ആക്സിസിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ലൈൻ, ഇതാണ് നമ്മളുടെ എ സി എന്ന് പറയുന്ന ലൈൻ വരിക. ഇതായിരിക്കും നിങ്ങളുടെ എ സി എന്ന് പറഞ്ഞ ലൈൻ. അതായത് ആ എക്സ് ആക്സിസ് തന്നെയാണ് എ സി എന്ന് പറയുന്ന ലൈൻ. അപ്പൊ ഈ ലൈനിലേക്ക് ഇവിടെ നിന്ന്, അതായത് ബിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരാം. ഇങ്ങനെയായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരാം. ഓക്കെ, ഇതാണ് ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ. എന്ത് ചെയ്താൽ മതി? ആ വൈ കോർഡിനേറ്റ് എത്രയാണോ അത് എഴുതിയാൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ബി ടു എ സി. എന്ത് ചെയ്താൽ മതി? നേരെ എന്ത് ചെയ്താൽ മതി? ബിയുടെ വൈ കോർഡിനേറ്റ് എഴുതാൽ മതി. ബിയുടെ വൈ കോർഡിനേറ്റ്, അതായത് ഈ ഒരു പോർഷൻ എന്താണ്? ആ വൈ കോർഡിനേറ്റ് ആയ 3 ആയിരിക്കും. അപ്പൊ എന്താണ് അത്? 3 യൂണിറ്റ്സ്. 3 യൂണിറ്റ്സ് ആണ് എന്ത് വരിക? ആ ഒരു ഡിസ്റ്റൻസ് വരാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Question number 6. Ajay is 10 years older than Renuka. The product of their age is 144. Taking the age of Renuka as x, what is the age of Ajay in terms of x? Find their ages. Okay, so simple ആണ്. എന്താണ്? എക്സും വൈ എടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് ചാപ്റ്റർ അറിയാം. പോളിനോമിയൽസ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും അധികം എക്സ് ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരിക അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ്? അജയ് ആൻഡ് രേണുക രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. അജയ് ആൻഡ് രേണുക. അജയ് is 10 years older than രേണുക. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഹിന്റ് ഉണ്ട്. എന്താണ്? ടേക്കിംഗ് ഏജ് ഓഫ് രേണുക ആസ് എക്സ്. എന്ത് ചെയ്യണം? വാട്ട് ഇസ് ദ ഏജ് ഓഫ് അജയ് ഇൻ ടേംസ് ഓഫ് എക്സ്. രണ്ടുപേരുടെ ഏജ് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇപ്പൊ ഏജ് ഓഫ് രേണുക. അപ്പൊ രേണുകയുടെ ഏജ് എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ട് എടുക്കാനാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏജ് ഓഫ് അജയ് എന്ത് വരും എന്നുള്ളതാണ് എ പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ്? അജയ് ഈസ് 10 years older than രേണുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ രേണുകയേക്കാൾ എന്താണ്? 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ തന്നെ രേണുകയുടെ ഏജിനോട് +10 ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താവും? എക്സ് +10 എന്നാവും. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദെയർ ഏജസ്. അവരുടെ ഏജ് കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സെന്റൻസ് ഉള്ളത്. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് 144. പ്രൊഡക്റ്റ് എടുക്കാൻ പറയുന്നത് എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു എക്സ് +10. ഇത് രണ്ടോടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാ പറഞ്ഞത്? 144. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് 144 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് ഇൻറ്റു എക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടുപേരെയും ഈ എക്സും ചെയ്യണം, എക്സ് ഇൻറ്റു 10ഉം ചെയ്യണം. അപ്പൊ എന്ത് വരും?
എക്സ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വരും. ദെൻ എക്സ് ഇൻറ്റു 10 ചെയ്താൽ പ്ലസ് 10 ആണ് വരിക. ദാറ്റ് ഈക്വൽസ് എന്ത് വരും? 144. പിന്നെ ഇതെങ്ങനെയാ ചെയ്യാം നമുക്കറിയാലോ. എന്ത് ചെയ്താൽ മതി? എക്സിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ ആരാണ്? 10 ആണല്ലേ. അപ്പൊ 10നെ പകുതിയാക്കുക, അതിന്റെ സ്ക്വയർ എടുത്തിട്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 10x. ഇനി എക്സിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ആരാണ്? 5 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 5 സ്ക്വയർ എന്ന് എഴുതും. ദെൻ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 സ്ക്വയർ ഈക്വൽ ടു 25 എന്നുള്ളത് ഡയറക്റ്റ് എഴുതാം. ഓക്കെ, രണ്ട് എന്താണ്? 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും സെയിം നമ്പർ തന്നെ ആഡ് ചെയ്താൽ ഇക്വേഷനിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 10, ഈ ഒരു എക്സിന്റെ കോഎഫിഷ്യന്റ് കൂടെ ഞാൻ അതിന്റെ പകുതി ആക്കിയിട്ട് അതിന്റെ സ്ക്വയർ ആഡ് ചെയ്തു. റൈറ്റ് സൈഡിലും അത് തന്നെ ചെയ്തു അല്ലെ. ഇനി എന്താണ് റൈറ്റ് സൈഡിൽ എന്ത് വരും? 144 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 169 ആണ് വരിക. ദെൻ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് കിട്ടിയതേ. ഇനി എന്ത് ചെയ്താൽ മതി? സ്ക്വയർ പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ റൂട്ട് വരണം. ഓക്കെ, ഒന്ന് റൂട്ട് എടുത്ത് നോക്കിയേ. 169. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്? 1 മുതൽ 20 വരെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്വയേഴ്സ് പഠിച്ചിരിക്കുക. 1 മുതൽ 20 വരെയുള്ള സ്ക്വയറുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ റൂട്ട് എടുക്കാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ വരും? എക്സ് പ്ലസ് 5 ഈക്വൽ ടു സ്ക്വയർ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ റൂട്ട് എടുക്കണം. റൂട്ട് എടുത്ത് നോക്കുമ്പോൾ എന്താ വരും? റൂട്ട് 169. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 മുതൽ 10 വരെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക? 10 മുതൽ 20 വരെ ഉള്ള കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഏതിന്റെ സ്ക്വയർ ആണ് 169 നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്? അതിന്റെ റൂട്ട് എടുത്താൽ ആ നമ്പറിന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ്? എക്സ് പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 169. അപ്പൊ നമുക്ക് എന്താ അറിയാം? എന്താണ് ഇനി? സ്ക്വയർ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ റൂട്ട് വരണം അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 5 ഈക്വൽസ് റൂട്ട് 169. അപ്പൊ 169ന്റെ റൂട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ്? നമുക്ക് 10 മുതൽ 20 വരെയുള്ള എന്ത് ചെയ്യാം? റൂട്ട്സ് ഒന്ന് കാണാപാഠം പഠിക്കാം. 1 മുതൽ 10 വരെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് എന്താണ്. ദെൻ 11 മുതൽ അതിന്റെ മുകളിലേക്ക് 20 വരെ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യാം? നിങ്ങൾ സ്ക്വയേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 169ന്റെ റൂട്ട് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ആരുടെ സ്ക്വയർ ആണ് ഈ പറഞ്ഞ 169? ആരുടെ സ്ക്വയർ ആണ്? 13ന്റെ സ്ക്വയർ ആണെന്ത്? 169. അപ്പൊ 169ന്റെ റൂട്ട് ആരാണ്? 13 ആണ്. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് 5 എന്ത് കിട്ടി? 13 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? 13. ഈ പ്ലസ് 5 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? -5 ദാറ്റ് ഈക്വൽസ് 8. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? എക്സ് 8 എന്ന് കിട്ടി. അപ്പൊ നിങ്ങളുടെ ഉത്തരമായോ? ഉത്തരത്തിലേക്ക് എത്തിയില്ലേ? അപ്പൊ എക്സ് എന്താണെന്നാണ് നമുക്ക് കിട്ടിയല്ലേ. അപ്പൊ എക്സ് എന്താ നമ്മൾ ഓൾറെഡി നേരത്തെ പറയുന്നതാണ്? ഏജ് ഓഫ് രേണുക. അപ്പൊ നിങ്ങൾ അവിടെ എടുത്ത് എഴുതണം, ഏജ് ഓഫ് രേണുക ഈക്വൽസ് 8. കാരണം എന്താണ്? ഇവിടെ ഏജ് ഓഫ് രേണുക നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുണ്ട്? എക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത എന്താണ്? ഏജ് ഓഫ് അജയ്. അജയുടെ ഏജ് എത്രയാണ്? 8 പ്ലസ് 10 ദാറ്റ് ഈക്വൽസ് 18. അപ്പൊ ഇങ്ങനെ എഴുതിയാലാണ് നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങൾ എക്സ് ഈക്വൽ ടു 8 കിട്ടിയെന്ന് വിചാരിച്ച് എന്ത് ചെയ്ത് അവിടെ നിർത്തരുത്. നിങ്ങളുടെ ഏജ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദർ ഏജസ്? രണ്ടുപേരും ഏജ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യാം? എക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ എക്സ് എന്താണ്? ഏജ് ഓഫ് രേണുക എന്ന് എടുത്ത് എഴുതുക. അതിൽ നിന്ന് അജയുടെ ഏജ് കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് 4 cm and 3 cm. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. ഓക്കെ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ഡ്രോയിങ്ങിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ജസ്റ്റ് റഫ് വരച്ചു നോക്കാം. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഫെയറിൽ തന്നെ വരയ്ക്കണം. എന്ത് ചെയ്യണം? 4 cm. ഓക്കെ, 4 cm ആയിരിക്കണം എന്ത് ലെങ്ത്. ദെൻ ബ്രെഡ്ത്ത് എത്രയാണ്? 3 cm ആണ് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത് 3 cm, ഇത് 4 cm. അപ്പൊ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാ? വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ റെക്ടാംഗിൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ റെക്ടാംഗിൾ വരച്ചു. നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ സെയിം ഏരിയ ഉള്ളൊരു സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എത്ര എക്സ്റ്റെൻഡ് ചെയ്യണം?
1 2 3 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്കറിയാം എന്താണ്, നമുക്ക് ഈ സെയിം ഏരിയ ഉള്ള സ്ക്വയർ ആണ് വരയ്ക്കേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലേക്ക് ഒരു 3 സെന്റിമീറ്റർ, അതായത് ആ ബ്രെഡ്ത്ത് എത്രയാണോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യുക, ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന് എ ബി എന്നാണ് പേര് കൊടുത്തതെങ്കിൽ ഈ എ ബി എന്താണ്, ഇത് മൊത്തം എ ബിയുടെ ലെങ്ത് എത്രയാണ്, 7 ആണ്. അപ്പൊ അതിന്റെ സെന്റർ കണ്ടുപിടിക്കാനുള്ളതാണ്. സെന്റർ നിങ്ങൾക്ക് എന്താണ് 4 + 3 7. 7 നമുക്ക് വേണമെങ്കിൽ എന്താണ് 3.5 എന്ന് ഡയറക്റ്റ് എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ യൂസിങ് കോമ്പസ് എന്ത് ചെയ്യണം, അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് സെന്റർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെന്റർ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം ഇവിടെയാണ് സെന്റർ വരിക. ഓക്കെ, സെന്റർ വന്നു. ദെൻ സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ സെന്ററിൽ നിങ്ങൾ കോമ്പസ് നോക്കുക. അപ്പൊ സെന്ററിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഒ എന്ന് വിളിക്കുകയാണ്. ഒ ആണ് എന്റെ സെന്റർ. ഓക്കെ, അപ്പൊ സെന്ററിനെ ഞാൻ എന്ത് ചെയ്യാണ്, സെന്ററിനെ ഒ എന്ന് വിളിക്കുകയാണ്. ഒ ആണ് എന്റെ സെന്റർ ആയിട്ട് വരിക. ഓക്കെ, ദെൻ സെന്റർ ഒ സെന്റർ ആയിട്ടും ഒ എ റേഡിയസ് ആയിട്ടും എന്ത് ചെയ്യണം, ഒരു സർക്കിൾ അല്ലെങ്കിൽ സെമി സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സെമി സർക്കിൾ വരച്ചു. അപ്പൊ എന്ത് ചെയ്തു, എ ബി ഡയമീറ്റർ ആയിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സെമി സർക്കിൾ വരച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ലൈൻ നമ്മുടെ ബ്രെഡ്ത്ത് വരച്ച ലൈൻ, അപ്പൊ അതിന് വേറൊരു പേര് കൊടുക്കുകയാണ് ഞാൻ സി ഡി. സി ഡി എന്ന് പറയുന്ന പോയിന്റ്, അതായത് സി ഡി എന്ന് പറയുന്ന ആ ലൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സർക്കിൾ എന്ത് ചെയ്യണം, ഇതുപോലെ ജോയിൻ ചെയ്യണം അല്ലെ, സർക്കിളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എത്തിക്കണം അല്ലെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, യൂസിങ് കോമ്പസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ താഴെയുള്ള ലൈനിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, താഴെയുള്ള ലൈൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ദെൻ യൂസിങ് കോമ്പസ് ഞാൻ എന്ത് ചെയ്തു, പുതിയ പോയിന്റ് ഈ മുകളിൽ കിട്ടിയ ഈ ഒരു പോയിന്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, ആ പോയിന്റിനെ ഞാൻ പി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, പി എന്ന് വിളിക്കുകയാണ് ആ പോയിന്റിനെ. ഞാൻ എന്ത് ചെയ്തു, സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യണം, ആർക്ക് കട്ട് ചെയ്യണം അല്ലെ. സി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ ഏകദേശം ഇവിടെ ഇങ്ങനെ ആർക്ക് ഇവിടെ കട്ട് ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, മുകളിലേക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റ് പിയിൽ നിന്ന് ഇവിടെയും കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഫിഗർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഞാൻ ഇവിടെ ഒരു ക്യൂ കൊടുക്കുകയാണെങ്കിൽ സി, ദെൻ ഈ പോയിന്റിനെ ഞാൻ ആർ എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ സ്ക്വയർ എന്ന് പറയുന്നത് പി സി ആർ ക്യൂ. ഇതാണ് നമ്മുടെ സ്ക്വയർ. അപ്പൊ പി സി ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സ്ക്വയർ, അതായത് നമ്മളുടെ ഈ റെക്ടാംഗിളിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ്, കറക്റ്റ് കോമ്പസ് ഒക്കെ വെച്ച് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആർക്ക് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ റഫായിട്ട് അത് വരച്ചു എന്ന് മാത്രം. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ ഒരു നമ്മുടെ ഡ്രോയിങ് പോർഷൻസ് ഒക്കെ നോക്കുക, നമ്മൾ എങ്ങനെയാണ് വരച്ചതെന്നുള്ളത്. ആ ഒരു ഡ്രോയിങ് പോർഷൻ നമ്മൾ എങ്ങനെയാണോ വരച്ചത് അതുപോലെ തന്നെ, അതെന്താണ്, സിയില് കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആർക്ക് കട്ട് ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് വരച്ച് പോകാനായിട്ട്. ഓക്കെ, സിമ്പിൾ ഫിഗർ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Prove that the points 3, 5, 6, 7, 9, 9 are on the same line. ഈ 3 പോയിന്റ്സ് സെയിം ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല അല്ലെ. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ പ്രൂഫ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, പോയിന്റ്സിന് ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കുക. ഇത് എ ബി സി അങ്ങനെ പേര് കൊടുക്കുക. ഓക്കെ, നമ്മളെ പോയിന്റ്സ് ഏതൊക്കെയാണ്, എ എന്ന് പറയുന്നത് 3, 5, ബി എന്ന് പറയുന്നത് 6, 7, സി എന്ന് പറയുന്നത് 9, 9. അപ്പൊ എന്ത് ചെയ്യണം, ഈ 3 പോയിന്റ്സും സെയിം ലൈനിലാണ് വരുന്നതെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് പ്രൂവ് ചെയ്യാം, എന്ത് ചെയ്താൽ മതി, ഇതിന്റെ രണ്ടിന്റെയും ഒരു സ്ലോപ്പ് നോക്കിയാൽ മതി അല്ലെ. സ്ലോപ്പ് നോക്കിയാൽ മതി അല്ലെ. എ ബിയുടെ സ്ലോപ്പ് നോക്കുക, ബി സിയുടെ സ്ലോപ്പ് നോക്കുക, എ സിയുടെ സ്ലോപ്പ് നോക്കുക. ഈ 3 സ്ലോപ്പും സെയിം ആണെങ്കിൽ എന്താണ്, സെയിം ലൈൻ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്കിവിടെ 3 പോയിന്റ്സ് ഉണ്ട് എ ബി സി. അപ്പൊ ഇതിന്റെ പ്രൂഫാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 3 ഒറ്റ ലൈനിലാണെന്നുള്ളതിനുള്ള പ്രൂഫാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒറ്റ ലൈനിലാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊലീനിയർ ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ലോപ്പിന്റെ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക അല്ലെ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഒരു ലൈൻ തന്നാൽ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ 2 ലൈൻസ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ എ ബി അതുപോലെ തന്നെ ബി സി 2 ലൈൻസ് കൺസിഡർ ചെയ്യാണ്, എ ബിയും ബി സിയും. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെ സ്ലോപ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതിന്റെ രണ്ടിന്റെയും സ്ലോപ്പ് സെയിം ആണെങ്കിൽ ഇതെന്താണ്, ഒറ്റ ലൈനാണ്. എന്താണ്, എ ബി സി എന്ന് പറയുന്നത് ഒറ്റ ലൈനിലുള്ള പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് നോക്കുക.
സ്ലോപ്പ് ഓഫ് എ ബി. സ്ലോപ്പ് ഓഫ് എ ബി അതിനെ നമുക്ക് എന്ത് വിളിക്കാം? M1. നമ്മൾ സ്ലോപ്പിന് എന്താണ് കൊടുക്കുക? M ആണ് കൊടുക്കുക. എ ബിയുടെ സ്ലോപ്പിന് M1 എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഈക്വൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? x2 minus x1 ഡിവൈഡ് y2 minus y1 ഡിവൈഡ് ബൈ x2 minus x1. അപ്പൊ എന്ത് വരും? y2 minus y1 എന്ന് പറയുമ്പോൾ 7 minus 5 ഡിവൈഡഡ് ബൈ 6 minus 3. നമ്മളുടെ എയും ബിയും ആണ് നമ്മളുടെ പോയിന്റ്സ്. സോ 7 minus 5 ചെയ്യുമ്പോൾ എന്ത് വരും? 2 വരും. ദെൻ 6 minus 3 ചെയ്യുമ്പോൾ എന്ത് വരും? 3 വരും. സോ സ്ലോപ്പ് എന്ത് വന്നു? 2 ഡിവൈഡ് ബൈ 3. ദെൻ സെയിം മെത്തേഡിൽ എന്ത് ചെയ്യാം? സ്ലോപ്പ് ഓഫ് ബി സി കാൽക്കുലേറ്റ് ചെയ്യുക. ബി സി എന്ന് പറയുന്നത് ഞാൻ M2 ആയിട്ട് എടുക്കുകയാണ്, രണ്ടാമത്തെ സ്ലോപ്പ് ആയിട്ട് എടുക്കുകയാണ്. അഗൈൻ എന്ത് ചെയ്യണം? y2 minus y1 ഡിവൈഡ് ബൈ x2 minus x1. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് സിയും ബിയും വെച്ചാണ് എടുക്കുക. സോ 9 minus 7 ഡിവൈഡഡ് ബൈ 9 minus 6 എന്ന് വരും. സോ അഗൈൻ 9 minus 7 എന്ന് പറയുമ്പോൾ 2 ആണ് വരിക. 9 minus 6 എന്ന് പറയുമ്പോൾ 3 ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് ബി സിയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽസ് സ്ലോപ്പ് ഓഫ് എന്താണ്? ബി സി ആണ്. വിച്ച് മീൻസ് എന്താണ്? എ കോമ ബി കോമ സി ആർ ഓൺ സെയിം ലൈൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇത് മൂന്നും കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളതായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്യുക? എ ബി എന്നൊരു ലൈനും ബി സി എന്നൊരു ലൈനും. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. എ ബി ബി സി എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ ആയി. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് സെയിം ആണെങ്കിൽ ഈ 3 പോയിന്റ്സും സെയിം ലൈനിലാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ nth term of an arithmetic sequence is 4n plus 1. Write the common difference of the sequence. Write the first term. What is the remainder obtained when the term of the sequence is divided by 4? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഒരു ഒറ്റ ഇത് നോക്കി കഴിഞ്ഞാല് കിട്ടാവുന്നുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് തന്നേക്കുന്ന കാര്യം എഴുതാം. nth term of arithmetic sequence എന്ന് പറഞ്ഞാൽ എന്താണ്? xn ഈക്വൽ ടു എന്താണ്? 4n plus 1. ഓക്കെ, ക്ലിയർ ആണല്ലോ? 4n plus 1 എന്നുള്ളതാണ് എന്ത്? ഇതിന്റെ nth ടൈമിന്റെ ഇക്വേഷൻ. നിങ്ങളുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? സോ അരിത്തമെറ്റിക് സീക്വൻസിന്റെ xn അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അറിയാമെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? എന്നിന്റെ കോഎഫിഷ്യന്റ് ആരാന്ന് നോക്കിയാൽ മതി. ഇവിടെ എന്നിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 4 ആണ് അല്ലെ. എന്നിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 4 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാവുന്നതാണ്. കോമൺ ഡിഫറൻസ് ഈക്വൽസ് 4 വരും. സിമ്പിൾ അല്ലേ? ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടേം x1 കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് എന്ത് വരണം? 1 വരണം. അപ്പൊ എന്ത് വരും? 4 into 1 plus 1. അപ്പൊ എന്ത് വരും? 4 into 1 4 ആണ്. പ്ലസ് 1 ചെയ്യുമ്പോൾ എന്ത് വരും? 5 വരും. ഫസ്റ്റ് ടൈം കിട്ടിയില്ലേ? സി പാർട്ട് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ റിമൈൻഡർ ഒബ്ടൈൻഡ് when the times of the sequence is divided by 4? ഈ സീക്വൻസിലെ ഓരോ ടൈമിനെയും ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതില് റിമൈൻഡർ എന്ത് വരും? അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ നോക്കിയേ. സോ നമ്മളിങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുന്ന ഓൾജിബ്രിക് ടൈം എഴുതുന്ന സമയത്ത് നമ്മൾ ഈ +1 ആയിട്ട് എഴുതുന്ന അയാളായിരിക്കും എന്ത് വരിക? ഈ പറയുന്ന റിമൈൻഡർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ എന്താണ്? റിമൈൻഡർ ഗോട്ട് when the terms of this sequence divided by 4. അപ്പൊ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ 1 ആയിരിക്കും കിട്ടുക. നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം, ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. കാരണം എന്താണ്? 4n plus 1 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും അതിനകത്ത് കോമൺ ഡിഫറൻസ് വരിക. 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ഈ പറയുന്ന ഡിവിഷനിലുള്ള റിമൈൻഡർ ആയിരിക്കും. അവിടെ 4 plus 2 ആണെങ്കിൽ അവിടെ 2 ആയിരിക്കും റിമൈൻഡർ വരിക. നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നോക്കാവുന്നുള്ളൂ. അപ്പോൾ 5നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? റിമൈൻഡർ 1 ആയിരിക്കും വരിക. നിങ്ങൾ അടുത്ത ടൈം എന്ന് പറയുന്നതിനകത്ത് ആരായിരിക്കും? 9 ആയിരിക്കും. 9 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയോ എഗൈൻ 1 തന്നെ വരും. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിന് പകരം ഈ പറയുന്ന എക്സലിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ആ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ അല്ല. 3 മാർക്കിന്റെ ക്വസ്റ്റൻ എന്ത് സിമ്പിൾ ആണെന്ന് നോക്കി ജസ്റ്റ് 3 ലൈൻ എഴുതാനാണ് ഉണ്ടാവുള്ളൂ അല്ലെ. നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം. അതും നമുക്ക് ആലോചിക്കാനൊന്നുമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ കിടക്കുന്നുണ്ട് അതിന്റെ ആൻസർ. അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് തന്നെ എഴുതി വെച്ചാൽ മാത്രം മതി അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പൊ നമ്മുടെ ആ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ബി ബി സി ആൻഡ് സി എ are tangents to the circle centered at O.
ടച്ചിങ് ദ സെന്റർ അറ്റ് പി ക്യു ആർ റെസ്പെക്റ്റീവ്ലി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പൊ എ ബിയും ബി സിയും സി എയും ഇതൊക്കെ എന്താണ്? ടാൻജൻസ് ആണ് അല്ലെ? ഈ സർക്കിളിലേക്ക് വരച്ചേക്കുന്ന ടാൻജൻസ് ആണ്. എ ബി എന്ന് പറഞ്ഞ ടാൻജന്റ് ആണ്, എ സി എന്ന് പറഞ്ഞ വേറെ ടാൻജന്റ് ആണ്, ബി സി എന്ന് പറഞ്ഞ ടാൻജന്റ് ആണ്. ഇതൊക്കെ ഈ ഉള്ളിൽ ഒരു ചെറിയ സർക്കിൾ ഉണ്ട്, ആ സർക്കിളിലെ ടാൻജൻസ് ആണ്. ഈ സർക്കിളിൽ പി ക്യു ആർ എന്ന് പറയുന്ന പോയിന്റ്സ് എല്ലാം ഈ ടാൻജൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സർക്കിൾ ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ ക്യു ഒ ആർ. അതായത് ഫസ്റ്റ് നിങ്ങളോട് ചോദ്യം ക്യു ഒ ആർ, അതായത് ഈ ഒരു സെൻട്രൽ ആംഗിൾ എത്ര വരും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ എ ബി സി. ആ ട്രയാംഗിളിന്റെ ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ചെയ്ത് നോക്കാം. എ പാർട്ട് ക്വസ്റ്റ്യൻ ആംഗിൾ ക്യു ഒ ആർ. നമുക്കറിയാം എന്താണ്? സെൻട്രൽ ആംഗിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ആംഗിൾ വെക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 360 ആണ് ടോട്ടൽ സെൻട്രൽ ആംഗിൾ വരിക. അതിന് എന്തൊക്കെ മൈനസ് ചെയ്യണം? അവിടെ ഒരു 100 ഉണ്ട് സെൻട്രൽ ആംഗിൾ, മറ്റേ ആംഗിൾ എത്രയാണ്? 110 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? 360 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈക്വൽസ് 360 മൈനസ് 210 ദാറ്റ് ഈക്വൽസ് 150 എന്നുണ്ട്. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? സോ ട്രയാംഗിൾ എ ബി സി ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ്? ഈ രണ്ട് ആംഗിൾ, ഈ ഒരു എ എന്ന് പറയുന്ന ആംഗിളും ഈ ഒരു സെൻട്രൽ ആംഗിളും, ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഈ ആംഗിളും ഈ ഒരു സെൻട്രൽ ആംഗിളും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദെൻ സി എന്ന് പറയുന്ന ഈ ആംഗിളും ഈ ഒരു സെൻട്രൽ ആംഗിളും, ഇതൊക്കെ തമ്മിലൊരു റിലേഷൻ ഉണ്ട് അല്ലെ? ഈ സെൻട്രൽ ആംഗിളും ടാൻജൻസ് മേക്ക് ചെയ്യുന്ന ആംഗിൾസും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ഓക്കെ, സിമ്പിൾ ആണല്ലോ? അപ്പൊ ഞാൻ എഴുതാണ് ആംഗിൾ എ. ട്രയാംഗിളിന്റെ ഫസ്റ്റ് ആംഗിൾ ആംഗിൾ എ ആണ്. എന്താണ്? 180 മൈനസ് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണ്? 100 ആണല്ലേ? അപ്പൊ 180 മൈനസ് 100 ഈക്വൽസ് എന്ത് വരും? 80 ഡിഗ്രി എന്നായിരിക്കും വരിക. ഓക്കെ, 80 ഡിഗ്രി. ദെൻ ആംഗിൾ ബി ഈക്വൽസ് എന്താണ്? അതും 180 മൈനസ് ചെയ്യണം. എന്താണ്? ആ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 110 ആണ്. അവിടെ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 70 എന്ന് കിട്ടും. ദെൻ ആംഗിൾ സി ഈക്വൽ ടു എന്താണ്? എഗെയിൻ 180 എന്ത് മൈനസ് ചെയ്യണം? അതിന്റെ ഓപ്പോസിറ്റുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്? 150 ആണ് അല്ലെ? 150 മൈനസ് ചെയ്യാം. 150 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ 3 ആംഗിൾസ് കിട്ടിയില്ലേ? ട്രയാംഗിളിന്റെ 3 ആംഗിൾസ് നിങ്ങൾക്ക് കിട്ടി. ഒരെണ്ണം ആംഗിൾ എ 80 ആണ്, ആംഗിൾ ബി 70 ആണ്, ആംഗിൾ സി 30 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ജസ്റ്റ് ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാനല്ലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പത്താമത്തെ ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലെ? നമുക്ക് ഈ അടുത്ത സെക്ഷനിലേക്ക് പോകാലോ.